ഹായ്, എല്ലാവർക്കും സുപ്രഭാതം. ഈ തണുത്ത ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് പുഴയരികിൽ വന്നിരിക്കുന്നത് എന്താണ് കാര്യം എന്ന് നിങ്ങൾ നോക്കണ്ട. അതെ, നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പം നമ്മുടെ കാട് വിറപ്പിച്ച് നടക്കുന്ന കൊമ്പന്മാരെല്ലാവരും ഈ പുഴയിൽ നീരാടാനായിട്ട് വരുന്ന സമയം കേട്ടോ. അപ്പോൾ ഏകദേശം വെളുത്ത് വരുന്നൊരു 6-6:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ കുറച്ച് കൊമ്പന്മാരോട് നിന്ന് നീരാടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഇത്രയധികം ആനകൾ ഒരുമിച്ച് കുളിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു 14ഓളം ആനകൾ ഇപ്പോൾ ഈ പുഴയിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് അപ്പുറത്ത് വേറെ 2-3 ആനകൾ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു 6-7 ആനകളുണ്ട് കേട്ടോ ഈ അടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം തൊട്ട് സൈഡിലായിട്ട് വേറെ കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. 2-3 ആനകൾ വേറെ സൈഡിൽ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ആനയുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറുപ്പമുള്ളൊരു ആനയും ഇതിലുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ആ സൈഡിലായിട്ട് ആനകളൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിലായിട്ട് മുങ്ങി കിടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. നമുക്ക് പാറ ഏതാ ആന ഏതാ നിശ്ചയത്തൊരു പ്രകൃതട്ടുണ്ട്. ആ കിടക്കുന്ന രണ്ടും ആനയാണ്. ശരിക്കും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പാറ തോന്നുള്ളൂ. കുറച്ച് നേരം നോക്കിയിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്ക് ആനകൾ കാണുന്നു. അപ്പോൾ എല്ലാവരും നല്ല ആസ്വദിച്ചുള്ളൊരു കുളിയാട്ടോ. അപ്പോൾ നമുക്ക് നേരം പുലർച്ചെ ആയി വരുന്നുള്ളൂ. നേരം 6-6:45 ആയി വരുന്നുള്ളൂ. നേരം വെളുത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഈ കാഴ്ച, ഈ മനോഹരമായ ഈ കാഴ്ച നമുക്ക് ആസ്വദിച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ വലിയ ശല്യം ഇല്ല ആരുടെയും. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ആർമാദിച്ച് കുളിക്കാട്ടോ നമ്മുടെ പുഴയിൽ. അപ്പോൾ ഒരുപാട് കൊമ്പന്മാർ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന കേട്ടോ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറഞ്ഞ കൊമ്പൻ. ഇത് നമ്മുടെ ഈ ഭാഗത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു കൊമ്പനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ കലാപകാരിയൊന്നുമല്ല, എന്നാലും ശാന്തമായ സ്വഭാവമുള്ളൊരു കൊമ്പനാണ്. അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പുഴയിൽ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് കേട്ടോ. നമ്മളെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നമ്മളെയൊന്നും വലിയ മൈൻഡില്ല. നേരെ ആൾ പുഴയിൽ ഇറങ്ങാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളായാലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കെന്തായാലും ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും വഴി പറഞ്ഞു തരാം. ഏതെവിടെ സ്ഥലം എന്നൊക്കെ, എത്ര മണിക്ക് വരണമെന്നും നമ്മൾ വഴിയെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്കെന്തായാലും കണ്ടെടുക്കാൻ തോന്നാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ആനകൾ കുളിക്കുന്നത് തന്നെ കേട്ടോ. നല്ല നല്ല ഒരു വികൃതി പിള്ളേരുടെ പോലെ തന്നെ നമ്മളൊക്കെ പണ്ട് കാലത്ത്
തോട്ടിലൊക്കെ കുളിക്കുന്ന പോലെ ഒരു വികൃതിതരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആനാടുകളിലൊക്കെ. നമുക്ക് എന്തായാലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാണാനുള്ളൊരു കാഴ്ചയാണ് ആയിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കുളി കഴിഞ്ഞാൽ കൊമ്പന്മാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇല്ലിക്കാടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പോയി ഒരു കുറച്ച് പേരൊക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കൊമ്പനും പിന്നെ അതിൻ്റെ വലിയ കൊമ്പനും കൂടി കയറി പോകുന്നു. അപ്പോൾ ഒരു 3 ആളായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ ഒരുപാട് എല്ലാം കൊമ്പന്മാരാട്ടോ. അതിൽ പിടിയാനുകൾ കുറവാണ്. ഇതെല്ലാം കൊമ്പന്മാർ മാത്രമുള്ളവർ വന്നിരിക്കുന്നത്. അതിങ്ങനെ സൈഡിലൂടെ കയറി നേരെ അവിടെ കാടിനുള്ളിൽ കയറാനുള്ളതാണ്. അപ്പോൾ നേരെ ഏകദേശം വെളുത്ത് വന്നു തുടങ്ങി. അപ്പോൾ അവർ നേരെ കയറി പോകുന്നു പുഴയെന്ന്. അപ്പോൾ ഒരുപാട് നേരം അവർ ആസ്വദിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് കയറി പോകുന്നത്. നേരം കൊണ്ട് നമ്മുടെ ഏഴാറ്റപ്പം ഗണപതി കുളി കഴിഞ്ഞ് കയറിട്ടോ. അപ്പോൾ ഗണപതി കുളി കഴിഞ്ഞ് കയറിയതേ നേരെ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. ഗണപതി എന്നും ഒറ്റയ്ക്കായിട്ട് നടക്കുന്നത്. കൂട്ടത്തിൽ വേറെ ആനകളൊന്നും ഉണ്ടാവാറില്ല. മിക്കവാറും ആളെ ഒറ്റയ്ക്കാണ് കാണാറ്. അതുപോലെ തന്നെ ആൾ ഒറ്റയായിട്ട് കയറി നേരെ കാട്ടിലേക്ക് കയറി പോകണം. ഏകദേശം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഗണപതിക്ക്. നല്ല വലിപ്പം, അങ്ങനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ആന തന്നെയാണ് ഗണപതി. ശരിക്കും നമ്മുടെ പൂരത്തിനൊക്കെ കൊണ്ടുവരുന്ന ആനകളുടെ പോലെ തന്നെയാണ്. നല്ലൊരു ഗംഭീര ഹൈറ്റൊക്കെ ഉള്ളൊരു ആന തന്നെ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരെ പുഴയ്ക്കപ്പുറത്തേക്ക് കടന്നത്. അപ്പോൾ മറ്റു ആനകളൊക്കെ കടന്നു പോയില്ല. കണ്ടുള്ളിൽ കൂടെ കടന്നിട്ട് ഇതുവരേക്ക് പാഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തൊക്കെ അവർ തിന്ന് നിൽക്കണ്ടാവും. ഇനിയുള്ള സമയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ അവിടെ കുറച്ച് കൊമ്പന്മാർ അങ്ങോട്ട് മാറി നിന്നിട്ട് അവിടെ പൊടിമണ്ണൊക്കെ വാരി വയ്ക്കുന്നുണ്ട്. കണ്ടേ, ഇവിടെ കുറച്ച് പേര് ഇല്ലിക്കാടിനുള്ളിൽ തിന്നുന്നുണ്ട്. അപ്പുറത്ത് തന്നെ അതുപോലെ അപ്പുറത്ത് വയ്ക്കട്ടോ പൊടിമണ്ണൊക്കെ വാരി മേത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കുറച്ച് പേര് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇനി വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അവർ നേരെ ഇനി കാട്ടിലേക്ക് തിന്നാനായിട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏകദേശം കുളിയൊക്കെ ഏകദേശം തീർന്നിട്ടല്ല. കുളി പുഴയിൽ നിന്ന് കയറി നേരെ കാട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്.
ഇവിടെ നിന്ന് പൊടിയൊക്കെ വാരി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4-5 ആനകൾ ആ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-2 പേര് ഇപ്പുറത്തെ വഴിക്ക് പോയി, അവർ കുറച്ച് പേര് അവിടെ നിന്ന് പൊടിമണ്ണൊക്കെ വാരി വീക്കി. ഇത്ര നേരം കുളിച്ചതിൻ്റെ ഒരു ഇതൊക്കെ മാറി കഴിഞ്ഞ് പൊടിമണ്ണും കാര്യങ്ങളൊക്കെ മേത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരെ കാട്ടിലേക്ക് കയറും. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. പൊടിമണ്ണൊക്കെ വാരി വയ്ക്കണുണ്ടോ. ദിലീപ് വന്നില്ല കേട്ടാ, ദിലീപ് വന്നില്ലേ? അപ്പോൾ നമ്മുടെ കൊമ്പന്മാരെല്ലാവരും പുഴയിൽ നീരാട്ട് കഴിഞ്ഞതേ പൊടിമണ്ണൊക്കെ വാരി മേത്തോടെ വീശിതേ കാടിലേക്ക് മറിഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.